What we have discussed in the last class is something elementary concept Yes, regarding collecting sir. data. Hello, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? Yes, sir. Okay. So the elementary concept we have discussed in the last class. Now we move to the some elementary definitions. എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ എടുത്താൽ അല്ല എലിമെന്റ് റെഫേഴ്സ് ടു യൂണിറ്റ് ഫോർ വിച്ച് ദ ഇൻഫർമേഷൻ ഇസ് സോഴ്സ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ആണ് പോപ്പുലേഷൻ എങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിലെ എലിമെന്റ് ആണ്. ഓക്കെ, BSc സൈക്കോളജി BSc സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികളുടെ പോപ്പുലേഷൻ, അതിൽ ഓരോ കുട്ടിയും ഒരു എലിമെന്റ് ആണ്. ആ ഓരോ കുട്ടിയുടെ ഇൻഫർമേഷൻ എടുക്കുമ്പോൾ ആ ഒരു കുട്ടി ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് ഒരു എലിമെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, നൗ വാട്ട് ഈസ് വെൻ ബൈ പോപ്പുലേഷൻ? പോപ്പുലേഷൻ ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് എലിമെന്റ്സ്. ഇപ്പം നമ്മുടെ ഒരു ക്ലാസ് ആണ് നമ്മൾ സ്റ്റഡി നടത്തുന്നതെങ്കിൽ ആ ക്ലാസ്സിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും കളക്ഷനാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസിൻ്റെ പോപ്പുലേഷൻ ഉണ്ട്, അതുപോലെ ഡാറ്റയുടെ പോപ്പുലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് സ്റ്റഡി നടത്തുന്നതായിരിക്കാം, അതിലപ്പോൾ വീടുകളാണ് ഓരോ സെൻസസ്, ഉദാഹരണ സെൻസസ്. ഇപ്പോൾ സെൻസസിൽ ഓരോ വീടുകളും ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നൊരു പോപ്പുലേഷനാണ്. ഇനി നമ്മൾ ഒരു ആനിമൽ എക്സ്പെരിമെൻ്റ് ആണെന്ന് വിചാരിക്കുക, ഒരു അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വെച്ച് അല്ലെങ്കിൽ ഒരു വെറ്റിനറി യൂണിവേഴ്സിറ്റി വെച്ച് ഒരു അനിമൽ എക്സ്പെരിമെൻ്റ് നടത്തുന്നു. അപ്പോൾ അവിടെയുള്ള ആനിമൽസിൻ്റെ എല്ലാ ഗ്രൂപ്പിനെ നമുക്കൊരു പോപ്പുലേഷൻ വിളിക്കാം. അതിൽ ഓരോന്നും അതിലെ യൂണിറ്റ് ആണെന്ന് പറയാം, എലിമെൻ്റ് ആണെന്ന് പറയാം. ദ പോപ്പുലേഷൻ ക്യാൻ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഓക്കെ, വാട്ട് ഈസ് സാമ്പിളിംഗ് യൂണിറ്റ്? സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഉദാഹരണം കേരളത്തിലെ ആളുകൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള സർവേ നടക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ കേരളത്തിലെ ആളുകളുടെ ഗ്രൂപ്പ് അതൊരു സാമ്പിളാണ്. മനസ്സിലായില്ലേ? കേരളത്തിലെ ആളുകളുടെ ഗ്രൂപ്പ് സാമ്പിളിംഗ് യൂണിറ്റ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ സാമ്പിൾ ഈസ് ആക്ച്വലി എന്താണ് റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ. സാമ്പിൾ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ. അപ്പോൾ ഒരു സാമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാർക്കിൻ്റെ നിലവാരം പഠിക്കുന്ന ഒരു സ്റ്റഡിയാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുമില്ലെങ്കിൽ we can collect the data of each and every individual, or we can collect data of some individuals. കുറച്ച് പേരെ എടുത്ത് നമുക്കൊരു അസസ്മെന്റ് തയ്യാറാക്കാം. അതാണ് ഒരു സാമ്പിൾ എന്ന് പറയാം. മനസ്സിലല്ലേ? ഇനി നമ്മൾക്കറിയാം, നമ്മളൊരു സെൻസസ് ഒക്കെ നടത്തുമ്പോൾ ആ പോപ്പുലേഷനിലെ എല്ലാ വീടുകളുടെയും ലിസ്റ്റ് നമ്മുടെ പഞ്ചായത്തിലും അല്ലെങ്കിൽ വില്ലേജിലും കളക്ടറേറ്റിലൊക്കെ ഉണ്ടാവും. ഓക്കെ, ആ ലിസ്റ്റ് മനസ്സിലായില്ലേ? അതിനെയാണ് ഒരു സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുക. ഇപ്പോൾ ഒരു പഞ്ചായത്തിലുള്ള ആളുകളുടെ ലിസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ്, അല്ലെങ്കിൽ ലിസ്റ്റ് ഹൗസ് ഹോൾഡ്സ്, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മുടെ കോളേജിലൊരു സർവേ നടത്തുന്നുണ്ട്, കോളേജിലൊരു സർവേ. അപ്പോൾ ഒരു സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് ഈ കോളേജിലെ മൊത്തം കുട്ടികളെ നമുക്ക് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തരംതിരിക്കാം. മാത്തമാറ്റിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, and we have 13 departments. Okay, and from that we can collect the data. So the list of all students in each department can be compiled together and make a list of all students studying in the college. So that list constitutes a sampling frame. ഓക്കെ, അതാണ് ഒരു സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇത് കുറച്ച് അതിൻ്റെ ടേംസ് ആണ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ടേംസ് ആണ്. ഇപ്പോൾ ഡെഫിനിഷൻ ഇവിടെ കാണാം.
Another is sample. Sample ഞാൻ പറഞ്ഞു, it is a representative part of the population. So when we study on some characteristics of a population, we have to collect the representative part. ഇപ്പോൾ നമ്മൾ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡ് മുഴുവൻ വലിച്ചെടുത്ത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഒരു സ്മോൾ എമൗണ്ട് എടുത്തിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് എടുത്താൽ മതി. സോ ദാറ്റ് ഈസ് കോൾഡ് സാമ്പിൾ. ഓക്കെ, സാമ്പിൾ. ഇത് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ പോപ്പുലേഷൻ സെലക്ടഡ് ഫ്രം എ ഫ്രെയിം ടു ഡ്രോ ഇൻഫ്ലുവൻസസ് അബൌട്ട് ദ പോപ്പുലേഷൻ ഈസ് കോൾഡ് സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതാണ് പോപ്പുലേഷൻ സാമ്പിൾ. അപ്പോൾ ഇവിടെ ഈ ബുക്കിലുണ്ട് population. The set of all units from which the required information has to be collected is called population. A selected representative subset of a population is called sample. Sampling. What is sampling? Sampling എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. പ്രോസസ് ഓഫ് സെലക്ടിങ് ദ സാമ്പിൾ. ഉദാഹരണത്തിന് കേരളത്തിലുള്ള ആളുകളുടെ ഒരു ബിഹേവിയർ സ്റ്റഡി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക നിലവാരം അസസ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 14 ജില്ലകളായിട്ട് തിരിക്കും, അതിനെ വീണ്ടും താലൂക്കുകളായിട്ട് തിരിക്കും, വീണ്ടും പഞ്ചായത്ത് വില്ലേജുകളൊക്കെ ആയിട്ട് തിരിക്കും. ഓരോ വില്ലേജിൽ നിന്നും ഒരു നിശ്ചിത എണ്ണം ആളുകളുടെ വരുമാനം മെഷർ ചെയ്യും. മനസ്സിലായില്ലേ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ. സോ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സാമ്പിളിംഗ്. ഓക്കെ. Moreover, the population can be finite or infinite, real or hypothetical. ഇൻഫിനിറ്റ് ആകാം, ഫൈനൈറ്റ് ആകാം. നമ്മുടെ കോളേജിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഫൈനൈറ്റ് ആണ്. പക്ഷെ ഒരു ഓൾ ഇന്ത്യ ലോക സ്റ്റഡി അല്ലെങ്കിൽ ബാക്ടീരിയകളെ കുറിച്ചുള്ള സ്റ്റഡി അതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇൻഫിനിറ്റ് ആകും. ഓക്കെ. സോ സാമ്പിൾ ക്യാൻ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഇതാണ് അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. സാമ്പിൾ, പോപ്പുലേഷൻ. ഇതിൻ്റെ കുറച്ചേ ഉള്ളൂ. പോപ്പുലേഷൻ്റെ എല്ലാം നമ്മൾ എടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ പറയും is a representative part of this population. So ഈ ഡെഫിനിഷനൊക്കെ നിങ്ങളുടെ നോട്ടിൽ എഴുതണം. ഇവിടെ വായിച്ചിട്ട് ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ എഴുതണം. വളരെ ബ്രീഫായിട്ട് നോട്ട് തയ്യാറാക്കുക. ഓക്കെ, ഞാൻ ഈ ടേംസൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവാണ് ചെയ്യുന്നത് കേട്ടോ. A good sample is the one which reproduce the characteristics of interest in the population as closely as possible. അപ്പോൾ ഒരു ഗുഡ് സാമ്പിൾ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഈ സാമ്പിളിൻ്റെ സ്റ്റഡി നടത്തിയാൽ ആ പോപ്പുലേഷനെ സംബന്ധിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും വരികയാണെങ്കിൽ, ദാറ്റ് മീൻസ് ഓൾ ദ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ പോപ്പുലേഷൻ ക്യാൻ ബി ഡ്രോൺ ത്രൂ ദി സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ ദെൻ ദ സാമ്പിൾ ഈസ് ഗുഡ്. ഓക്കെ. സോ ഇറ്റ് മസ്റ്റ് ബി എ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ. ഓക്കെ. ഫോർ example is given here. So when we select the sample, we should avoid the bias. We should select the sample randomly based on a questionnaire or based on a pre-planning, or there should be a sampling frame. Frame means the list of participants in that sampling procedures. Okay. So a good sample is also free from selection bias. Bias ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ എടുക്കാൻ പാടില്ല. Should be randomly selected. Okay. Measurement error. Should not have measurement error. നമ്മൾ പോയിട്ട് ഇൻകം 1 ലക്ഷം ആളിൻ്റെ ഇൻകം 10,000 എഴുതിക്കൊണ്ട് വരാൻ പാടില്ല. അപ്പോൾ പ്രശ്നം എന്താണ്? അപ്പോൾ നമ്മുടെ അസസ്മെൻ്റ് ഒക്കെ തെറ്റിപ്പോവും, നമ്മുടെ ഗവൺമെൻറ് പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഷുഡ് ബി ഫ്രീ ഫ്രം മെഷർമെൻറ്റ് എറർ. മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബ്ലഡിൻ്റെ തന്നെയാണെങ്കിലും നമുക്കറിയാം, ഒരു മെഷർമെൻറ്റ് എറർ സംഭവിച്ചാൽ വളരെ ഡേഞ്ചറസ് ആണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു കോവിഡ് ഉണ്ടെന്നുള്ള ഒരു വ്യക്തി കോവിഡ് ഇല്ല എന്നുള്ള ടെസ്റ്റ് വരുന്നെങ്കിൽ, മെഷർമെൻറ്റ് തെറ്റ് വരുന്നെങ്കിൽ അത് വളരെ സീരിയസ് ആണ്. മോറോവർ ഇപ്പോൾ നമുക്കൊരു പകർച്ചവ്യാധി ഉണ്ട്, ആ വ്യക്തിക്ക് പകർച്ചവ്യാധി ഇല്ല എന്നുള്ള ടെസ്റ്റ് റിസൾട്ടാണ് വരുന്നെങ്കിൽ ദാറ്റ് ഈസ് സീരിയസ്. ആ വ്യക്തിക്ക് ഇറങ്ങി നടക്കും, പിന്നെ മറ്റു പലർക്കും പകർത്തും. അതുകൊണ്ട് മെഷർമെൻറ്റ് എറർ should be avoided when we sample the elements. Okay. Selection bias occurs when some part of target population is not in the sample population. Okay. Selection bias ഉണ്ടാകാൻ പാടില്ല. Measurement bias occurs when measuring that
measuring has tendency to differ from the true value in one direction. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ പോയി ഇൻകം ചോദിച്ചാൽ ചിലപ്പോൾ അവരൊക്കെ തെറ്റായിരിക്കും പറയുക. ഒരു പക്ഷേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചാൽ കറക്റ്റ് പറയും, അല്ലെങ്കിൽ ജോലിയുടെ ഇത് ചോദിച്ചാൽ കറക്റ്റ് പറയും. പക്ഷേ ഇൻകം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അസറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ മേ ബി ഇൻകറക്റ്റ് ഇൻഫർമേഷൻ ക്യാൻ ബി given. Okay, so that type of bias and measurement error has to be removed from the sample when we sample a representative part from the population. Okay, and another example is given here. What is that? Suppose that a psychologist is interested in studying the emotional well-being of IT professionals working in different companies in Kerala. Here the population പ്രൊഫഷണൽസ്. അപ്പോൾ നമ്മൾ ഒരു IT പ്രൊഫഷണൽസിൻ്റെ ഒരു സൈക്കോളജിസ്റ്റ്, നിങ്ങളെ പോലെ ആളുകൾ IT പ്രൊഫഷണൽസിൻ്റെ വെൽബീയിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ഇമോഷണൽ വെൽബീയിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്റ്റഡി നടത്താണ്. സോ ഹു ഈസ് ദ പോപ്പുലേഷൻ, ഹു ഈസ് ദ പാർട്ട് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ? ഓൾ ദി IT പ്രൊഫഷണൽസ് ആർ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ. ഓക്കെ, സോ ദ പോപ്പുലേഷൻ ഈസ് IT professionals in Kerala. And since it is difficult to get record information from all of them, he has to take a sample from a few companies and collect the data. അപ്പോൾ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്, എല്ലായിടത്തും നമുക്ക് കയറി ചെല്ലാൻ ആക്സസിബിലിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലായിടത്തും നമുക്ക് പറ്റിയ ആളുകൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം? വി ക്യാൻ കൺസിഡർ എ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ആൻഡ് വി ക്യാൻ അനലൈസ് ദാറ്റ് റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ആൻഡ് വി ക്യാൻ ഗീവ് ദ റിസൾട്ട്സ്. Okay, so that is the advantage of sampling. Okay, അടുത്ത എക്സാമ്പിൾ. സപ്പോസ് ദാറ്റ് എ സോഷ്യൽ വർക്കർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ നോവിങ് ദ അഡ്ജസ്റ്റ്മെന്റ് എഗബിലിറ്റി ഓഫ് വിഡോസ് ഇൻ ദെയർ ഹോംസ്. ദ പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് ഓൾ വിഡോസ് ആൻഡ് സാമ്പിൾ ക്യാൻ ബി സെറ്റ് ഓഫ് സെലക്ടഡ് വിഡോസ്. മനസ്സിലായി? അപ്പോൾ അതൊക്കെ ഓരോ എക്സാമ്പിളാണ്. ഒരുപാട് എക്സാമ്പിൾ നമുക്ക് റിയൽ ലൈഫിൽ കാണാൻ പറ്റും. Another term is parameter. What is parameter? Any characteristic of a population is referred to as a parameter. ഉദാഹരണത്തിന് mean of the population അല്ലെങ്കിൽ variance of the population. There are parameters. Mean of the population, variance of the population. So any characteristic of the population is called a parameter of the population. Okay. We are basically interested in measuring some characteristics of the population. അപ്പോൾ ആക്ച്വലി നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ പോപ്പുലേഷൻ്റെ മീൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ പോപ്പുലേഷൻ്റെ മീൻ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾ എടുത്ത് സാമ്പിളിൻ്റെ മീൻ എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ചോദ്യം ചിലപ്പോൾ പോപ്പുലേഷൻ്റെ വേരിയബിലിറ്റി കണ്ടുപിടിക്കാനായിരിക്കും. അതായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ്. പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സാമ്പിൾ എടുത്തിട്ട് സാമ്പിളിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കും. Okay, in this example, the emotional well-being of IT professionals, and this may be categorized as above average, average and below average according to some norms. അത് നമുക്കറിയാലോ, അവരുടെ വെൽബീയിങ് നല്ലതാണ്, വളരെ നല്ലതാണോ, ആവറേജ് ആണോ, ബിലോ ആവറേജ് ആണോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 1, 2, 3 ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചല്ലോ, ഒരു സർവേ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചിരുന്നു. എന്തായിരുന്നു അത്? ഞാൻ ഒരു ക്വസ്റ്റ്യനെയർ കാണിച്ചിരുന്നു. ഒരു മിനിറ്റ് ഞാൻ ഉണ്ടോ നോക്കട്ടെ. ക്വസ്റ്റ്യനെയർ, ക്വസ്റ്റ്യനെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? കാണുന്നില്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ ഇത്ര നേരം കണ്ടിട്ടുണ്ടായിരുന്നില്ല? അയ്യോ, കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ.
ഇതാണ് ആദ്യം പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, എലിമെന്റ് ഈസ് എ യൂണിറ്റ് ഫോർ വിച്ച് ദ ഇൻഫർമേഷൻ ഈസ് സോർട്ട്. ഒരു യൂണിറ്റ്, ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്, അതാണ് ഒരു എലിമെന്റ്. പോപ്പുലേഷൻ ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ എലിമെന്റ്സ്. Population or universe is an aggregate of elements, and the population can be infinite or finite. The sampling units are non-overlapping collections of elements of the population. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ ഒരു സാമ്പിളിംഗ് യൂണിറ്റ് ആണ് ജില്ലയിൽ നിന്നാണ് നമ്മൾ ചിലപ്പോൾ ആളുകളുടെ ഡാറ്റ കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു വോട്ടർ രജിസ്റ്റർ, ഒരു വോട്ടിംഗ് ബൂത്തിലുണ്ടായിരുന്ന ആളുകളുടെ രജിസ്റ്റർ, അതൊക്കെ ഒരു സാമ്പിളിംഗ് യൂണിറ്റ് ആണ്. ഇനി അതിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ എടുക്കുക. ഇനി ഒരു ഫ്രെയിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ? സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഇൻ ദ പോപ്പുലേഷൻ ടു ബി സാമ്പിൾഡ്. ലിസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഇൻ ദ പോപ്പുലേഷൻ ടു ബി സാമ്പിൾഡ്, ദാറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ഫ്രെയിം ഓർ സാമ്പിളിംഗ് ഫ്രെയിം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഇനി എ സബ്സെറ്റ് ഓഫ് എ പോപ്പുലേഷൻ, ദാറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ഈസ് കോൾഡ് എ സാമ്പിൾ. അപ്പോൾ സാമ്പിളിംഗ് ഫ്രെയിം, സാമ്പിളിംഗ് യൂണിറ്റ്സ്, എലിമെന്റ്, പോപ്പുലേഷൻ, അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പോപ്പുലേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ യൂണിറ്റ്സ് ഫ്രം വിച്ച് ദ റിക്വയർഡ് ഇൻഫർമേഷൻ ഹാസ് ടു ബി കളക്റ്റഡ് ഈസ് കോൾഡ് പോപ്പുലേഷൻ. A selected representative subset of a population is called a sample. നേരത്തെ പറഞ്ഞ പോലെ സാമ്പിളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് വിച്ച് ദ ഫോക്കസ് ഓൺ സ്റ്റഡി. അപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ സാമ്പിൾ എടുക്കുന്ന പ്രൊസീജിയറിനാണ് പറയുക സാമ്പിളിംഗ് എന്ന് പറയുക. ദ പോപ്പുലേഷൻ ക്യാൻ ബി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്, റിയൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ. അപ്പോൾ അത് ചെറുതാകാം വലുതാകാം അങ്ങനെയൊക്കെ പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. എ ഗുഡ് സാമ്പിൾ, ഒരു ഗുഡ് സാമ്പിളിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി എ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ആൻഡ് ദ ഇൻഫറൻസ് ടേക്കൺ ഫ്രം ദ സാമ്പിൾ ഷുഡ് ബി ക്ലോസ്ലി ഷുഡ് ബി മോർ ക്ലോസർ ടു ദി പോപ്പുലേഷൻ ഇൻഫർമേഷൻ. ഇപ്പോൾ പോപ്പുലേഷൻ്റെ മീൻ 100 പേരുടെ ആവറേജ് എടുക്കുന്നതും 10 പേരുടെ ആവറേജ് എടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അതാണ് ക്ലോസ് എന്ന് പറയുന്നത്. 100 പേരുടെ മാർക്കിന്റെ ആവറേജ് എടുത്തപ്പോൾ 54 കിട്ടിയെങ്കിൽ 10 പേരുടെ മാർക്കിന്റെ ആവറേജ് എടുക്കുമ്പോൾ 53 കിട്ടുകയാണെങ്കിൽ that means sample mean is close to population mean. Okay. Moreover, the sample should be free from bias. ആരും വ്യക്തിപരമായിട്ട് അത് താല്പര്യമുള്ള അനുസരിച്ചല്ല പോകേണ്ടത്, ആ ഒരു പ്രത്യേക പാറ്റേൺ വെച്ച് തന്നെ വേണം പോകാൻ. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ 19 കുട്ടികളുണ്ട്, ഞാനൊരു 10 കുട്ടികളുടെ ഡാറ്റ എടുക്കാൻ വരിക. അപ്പോൾ എന്ത് ചെയ്യാം? 1ാമത്തെ എടുക്കാം, 3ാമത്തെ എടുക്കാം, 5ാമത്തെ എടുക്കാം, 7ാമത്തെ എടുക്കാം, അങ്ങനെ ആ നമ്പറിലുള്ള കുട്ടികളുടെ മാത്രം ഡാറ്റ എടുക്കുക. അപ്പോൾ ബയസ് വരുന്നില്ല. മനസ്സിലായില്ലേ? അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള ആളുകളുടെ മാത്രം ഡാറ്റ എടുത്താൽ അവിടെ ബയസ് വരും. അതാണ് ബയസ് എന്ന് പറയാം. അപ്പോൾ അത് ഫ്രീ, ദ സാമ്പിളിംഗ് മെത്തേഡ് ഷുഡ് ബി ഫ്രീ ഫ്രം സാമ്പിളിംഗ് ബയസ്. ഓക്കെ. അതുപോലെ തന്നെ മെഷർമെന്റ് എറർ ഉണ്ടാകാൻ പാടില്ല. ഷുഡ് ബി ഫ്രീ ഫ്രം മെഷർമെന്റ് എറർ. വാട്ട് ഈസ് മെഷർമെന്റ് എറർ? ഇപ്പോൾ 10,000 പകരം 100 എഴുതുക, അല്ലെങ്കിൽ ഇൻകം തെറ്റിച്ച് പറയുക, അതൊക്കെ മെഷർമെന്റ് എററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഫറൻസും തെറ്റിപ്പോകും. സോ ദാറ്റ് ഷുഡ് ബി ദ സാമ്പിളിംഗ് പ്രൊസീജിയർ ഷുഡ് ബി ഫ്രീ ഫ്രം ദ മെഷർമെന്റ് എറർ. ഓക്കെ. സോ ബയസ്, മെഷർമെന്റ് എറർ വി ഹാവ് ടു റിമൂവ് ഫ്രം ദി സാമ്പിളിംഗ് പ്രൊസീജിയർ. ഇവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, നമ്മൾ IT പ്രൊഫഷണൽസിന്റെ ഒരു പോപ്പുലേഷൻ കൺസിഡർ ചെയ്ത് ഓൾ കേരള ലെവലിൽ നമുക്ക് എല്ലാ വ്യക്തികളെയും പോയിട്ട് ഡാറ്റ എടുക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എല്ലാ IT പ്രൊഫഷണൽസിന്റെ അടുത്തും ബുദ്ധിമുട്ട്. ഒന്നാമത് അങ്ങനെ പോകാൻ പറ്റില്ല, രണ്ടാമത് കമ്പനികൾ ചിലപ്പോൾ നമ്മളെ അനുവദിക്കില്ല, അല്ലെങ്കിൽ there may be difficulty in collecting the information. We may have to take the prior permission from the higher authorities. So several difficulties are there. So in such situation we can select one or 2 or 3 companies and we can collect the data from some individuals of that company. That will be very true representative part of the population. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്ററാണ്. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് മീൻ അല്ലെങ്കിൽ വേരിയൻസ് അല്ല, അത് ശരിക്കും നമ്മൾ മീനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പോപ്പുലേഷൻ്റെ ആവറേജ് എത്ര, പക്ഷെ അത് കണ്ടുപിടിക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ സാമ്പിളിൻ്റെ
ആവറേജ് അല്ലെ സാമ്പിളിൻ്റെ മീൻ കണ്ടുപിടിക്കും. അപ്പം മീൻ ഈസ് എ പാരാമീറ്റർ, ദാറ്റ്സ് എ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്. സോ വി കോൾ ഇറ്റ് ആസ് parameter, and population mean is also another parameter. So in sampling procedure, what we are doing is we shall select the sample according to some criteria and estimate the population mean, estimate the population variance. ഇപ്പോൾ ഉദാഹരണത്തിന് 100 പേരുള്ള ഒരു പോപ്പുലേഷൻ ആണ് ജീവിക്കുക. അപ്പോൾ നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ എടുക്കുക 2000-3000 കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ നിന്ന് എല്ലാ കുട്ടികളുടെയും മാർക്ക് എടുത്ത് ആവറേജ് എടുത്ത് പറയുന്നതാണ് പോപ്പുലേഷൻ മീൻ. പക്ഷെ നമുക്കത് പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഒരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിൽ നിന്നും 2 പേരെ വീതം റാൻഡായിട്ട് എടുത്ത് അവരുടെ മാർക്കിൻ്റെ ആവറേജ് എടുക്കാം. ഒരു പക്ഷേ അവരുടെ ആവറേജ് 53 ആയിരിക്കാം, പോപ്പുലേഷൻ്റെ യഥാർത്ഥത്തിലുള്ള ആവറേജ് 54 ആയിരിക്കും. ചെറിയ വ്യത്യാസം വരുള്ളൂ, എന്നാലും anyway it is a good representative measure. Okay, so sampling mean is a what is an estimator of population. അപ്പം അതാണ് ഈ എന്താണ് പറയുക സാമ്പിളിംഗ് പ്രൊസീജിയർ നമ്മൾ ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. Suppose we are collecting, suppose we have a data like this 14, 42 ഇങ്ങനെ കുറച്ച് ഡാറ്റ നമ്മുടെ കയ്യിൽ നിന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ കോളേജിലുള്ള ഡാറ്റ, എന്തിൻ്റെങ്കിലും കോളേജിലുള്ള ഡാറ്റ എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കുറച്ച് ഡാറ്റ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റ എല്ലാം എടുക്കുന്നതിന് പകരം നമുക്ക് ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് റാൻഡായിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാൻ റാൻഡായിട്ട് എടുക്കുന്നതിന് ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എത്രയാണെന്ന് നോക്കാം നമുക്ക്. ആണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ആവറേജ് എത്രയാണെന്ന് നോക്കാം. 41. So the sample mean is 41, the population mean is 30. അപ്പോൾ ഇവിടെ ഇത്രയും വേരിയേഷൻ വരാൻ കാരണം ചില വാല്യൂസ് ചെറുതും 8-12 ഒക്കെ ഉണ്ട്, ചില വാല്യൂസ് വലുതുമാണ്. അതുകൊണ്ടാണ് ഇത്ര വേരിയേഷൻ വന്നത്. ഇനി വളരെ ക്ലോസ് ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഉദാഹരണത്തിന് വേറെ ഒരെണ്ണം അധികം വേരിയേഷൻ ഇല്ലാന്ന് ഇരിക്കുക. ഇതാണ് ഒരു ഡാറ്റ. അപ്പോൾ ഞാനൊരു സാമ്പിൾ എടുക്കുകയാണ്. 3 എടുത്തു, 7 എടുത്തു, 12 എടുത്തു, 16 എടുത്തു. ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് നോക്കാം. അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. 9.5 ആണ് അതിൻ്റെ ആവറേജ്. ഇതിൻ്റെ ആവറേജ് എത്രയാണ് നോക്കാം. ഉണ്ടല്ലേ, 9.5 തന്നെ കിട്ടി. അത് ഒരു യാദൃശ്യമായിട്ട് കിട്ടിയാണ്. ഇതിൻ്റെ ആവറേജും സെയിം ആണ്. അപ്പോൾ നോക്കിയ സാമ്പിളിൻ്റെ മീനും പോപ്പുലേഷൻ്റെ മീനും സെയിം ആണ്. ഇവിടെ പക്ഷേ ഡാറ്റ കുറച്ച് ഷഫിൾഡ് ആയതുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, വി ക്യാൻ കൺസിഡർ ദ സാമ്പിൾ മീൻ ഇൻസ്റ്റെഡ് ഓഫ് പോപ്പുലേഷൻ മീൻ. ഓക്കെ, so that population constants are usually called population parameters. Okay, another characteristic is statistic. Statistic S ഇല്ല കേട്ടോ, സ്റ്റാറ്റിസ്റ്റിക് എന്നേ ഉള്ളൂ. സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് റാൻഡം സാമ്പിൾ എന്നാണ്. മനസ്സിലായില്ലേ? സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ അൺനോൺ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ് ആണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയാം. അപ്പോൾ ഞാൻ എന്താണെന്നുള്ള ഇവിടെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്? അപ്പോൾ നമ്മളൊരു ഡാറ്റ എടുത്തു, x1, x2 എക്സെട്ര x10 10 ഡാറ്റ എടുത്തു. നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് പോപ്പുലേഷൻ മീനാണെന്ന് വിചാരിക്കുക. അപ്പോൾ പോപ്പുലേഷൻ മീനിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? മ്യൂന്ന് റെപ്രസെൻറ്റ് ചെയ്യാം.
പോപ്പുലേഷൻ മീൻ ഒരു 100 ഡാറ്റയുള്ള ഇതിൻ്റെ പോപ്പുലേഷൻ. അപ്പോൾ നമ്മളിവിടെ 10 ഡാറ്റ എടുത്തിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പിൾ ഉപയോഗിച്ച് നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ്? പോപ്പുലേഷൻ മീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാമ്പിൾ മീൻ തന്നെയാണ്. അത് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു ഫംഗ്ഷനെയാണ് പറയുക സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുക. ഉദാഹരണത്തിന് 1 മുതൽ 10 വരെ. ഓക്കെ, ഇവിടെ 10 എണ്ണം. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ഇത് ഫംഗ്ഷൻ കാരണം എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്തിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് x10 by 10. x1 plus x2 plus etc. x10 by 10. So this is the sample mean. Okay. ഇതിന് പറയുന്ന ജനറൽ നെയിം ആണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിനെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും. നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടോ? സാന്ദ്ര മരിയ? ചോദിച്ചോ സാന്ദ്ര മരിയ? ദിയ എന്തെങ്കിലും സംശയമുണ്ടോ? നോ സർ. ആൻഡ്രിയ?